ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ കുറേ നാളെ ഒരു ക്ലോക്ക് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഒരു ക്ലോക്ക് ചെയ്ത് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെയിം 12 ഇഞ്ചിൻ്റെ ഒരു ബേസാണ്. അതിൻ്റെ മേലെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമ്മളെ സ്ക്രോളർ യൂസ് ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ആണ് ഈ സ്ക്രോളർ യൂസ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫുള്ള് എല്ലാ ഭാഗവും നന്നായി ക്ലിയർ ആകുന്ന രീതിയിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ക്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഡ്രസ്സിൽ ഗ്രീൻ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഒരു ഡിസൈൻ നമുക്ക് ബേസായിട്ട് ഒന്ന് പെൻസിൽ വെച്ച് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. അല്ല അത് ഓപ്ഷനാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഡിസൈനാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ഡിസൈനിൽ ഞാൻ പകുതി പാർട്ടീഷൻ ചെയ്താണ്, പകുതി ചില സ്ഥലത്ത് ഗ്രീൻ കളറും ചില സ്ഥലത്ത് വൈറ്റ് കളറും വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പിലായിട്ട് ഞാൻ ഗ്രീൻ കളറ് എന്താക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് നന്നായി ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ആ ഒരു ഷേപ്പിലേക്ക് ഞാൻ ആ ഒരു ഷേപ്പ് നമ്മുടെ സ്റ്റിക്ക് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും നമുക്ക് ഏത് ഷേപ്പിലാണോ ആ ഗ്രീൻ റെസിൻ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ച് നന്നായി ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ശേഷം ബാക്കിയുള്ള ആ പോർഷനിൽ ഞാൻ വൈറ്റ് റെസിലിന് വൈറ്റ് കളർ മിക്സ് ചെയ്തതാണ്, അത് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലെവൽ, അതായത് ഒന്ന് ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ച് മെല്ലെ സാവധാനത്തിൽ ഷേപ്പ് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പിനെ അത് ബാധിക്കും. അപ്പോൾ ആ ഒരു മോഡലിനെ അത് ബാധിക്കും. അതുകൊണ്ട് സാവധാനം ഒന്ന് നോക്കി ചെയ്യുക. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് റെസിൻ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഷേപ്പിലാണ് വൈറ്റ് പോർഷൻ വേണ്ടത്, അതായത് മിഡിൽ ഗ്രീനും അപ്പുറം ഇപ്പുറമായിട്ട് വൈറ്റ്. അങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്ത് സ്റ്റിക്കോട് നന്നായിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഗ്രീൻ വെച്ച് ആ വൈറ്റ് ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മോഡലിന് വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഗോൾഡൻ കളറില്ലേ അപ്പോൾ ഗോൾഡൻ കളറ് മെറ്റലിക് ഗോൾഡൻ കളർ വെച്ച് നേരിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ മെറ്റാലിക് ഗോൾഡൻ കളർ ഇതുപോലെ നേരിയ കണ്ടോ, നേരത്തെ മനയുള്ള സ്റ്റിക്ക് ഉണ്ടാവും നമ്മളെ, അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ സ്റ്റിക്കെല്ലാം ക്രാഫ്റ്റ് വീഡിയോയിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വലിയ വലിയ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് ഭംഗി കൂടുതൽ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് നമ്മളെ ഇതിലെ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ബബിൾ റിമൂവർ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് ഫയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വെരി ഹെൽപ്ഫുള്ളാണ്. നമ്മളെ ക്ലോക്കിൽ ബബിൾസൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ തടയും. അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ആ സൈഡിലായിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ച ടാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്മുടെ ഗോൾഡൻ ചെറിയ സ്മോളായിട്ടുള്ള സ്റ്റോൺസ് ഇല്ലേ, അതൊന്ന് നമ്മുടെ ക്ലോക്കിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നില്ല, നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തില്ലേ ഗോൾഡ് കളർ കൊണ്ട്, അപ്പോൾ അതിന് ഒന്ന് ആ ലൈനൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഗോൾഡൻ കളർ സ്റ്റോൺ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെക്കാതെയാണോ വെച്ചിട്ടാണോ കൂടുതൽ ഇഷ്ടമായതെന്നൊന്ന് പറയണേ. പിന്നെ എന്നിട്ട് അതിൻ്റെ ശേഷം 24 മണിക്കൂർ ഞാൻ ഇത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഡേയ്സ് മൊത്തം നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കണം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളെ റോമൻസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ മൊത്തത്തിലൊന്ന് വെച്ച് നോക്കി, പക്ഷേ എനിക്ക് എന്തോ അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ
നമ്മുടെ 12, 9, 6, 3 ഈ റോമൻസ് മാത്രം ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാസിക് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ നമ്പേഴ്സ് മാത്രം വെച്ച് നമ്മുടെ പ്ലെയിൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മളെ പ്ലെയിൻ റെസിന് അതിൻ്റെ മേലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും ഒരു ഡേയ്സിന് ശേഷം അത് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മുടെ സൈഡിലായിട്ട് ഗോൾഡൻ കളർ മാർക്കർ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് ബോർഡറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിൻ്റെ മാർക്കർ വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററീൻ്റെ ഇതും നമ്മുടെ ഹുക്ക് നമ്മൾ ഈ ക്ലോക്ക് കൊളുത്താനുള്ള ഹുക്കടക്കം നമുക്ക് കിട്ടും, കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ അതിൻ്റെ നീഡിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിത് ഈ ഒരു ടൈപ്പിലുള്ള നീഡിലാണ് ഇതിനായിട്ട് സെലക്ട് ചെയ്തത്. ഇതാണ് ഇതിന് മാച്ചായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു നീഡിൽ നമ്മൾ ബാറ്ററീൻ്റെ ഇതുമായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ടായിട്ടില്ല. കാരണം അത് രണ്ടിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഗോൾഡൻ കളർ നീഡിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ മോള് കേസൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് എന്താക്കിയ വെച്ചാൽ നമ്മൾ വേറൊരു നീഡിൽ വെച്ച് ഈ ഒരു നീഡിൽ വെച്ച് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഭംഗി എനിക്ക് ആദ്യത്തേതാണ് തോന്നിയത്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഒരു നീഡിൽ ഇതും തമ്മിൽ ലൂസായതുകൊണ്ട് അത് സംഭവം വർക്കൗട്ടായില്ല. പക്ഷെ അതിനേക്കാൾ കോമഡി ഈ നീഡിൽ ലാസ്റ്റ് വർക്കൗട്ടായില്ല. എന്നിട്ട് ശേഷം ഞാൻ വേറൊരു നീഡിൽ വാങ്ങിയിട്ട് അതാണ് വെച്ച് കൊടുത്തത്. പിന്നെ ലാസ്റ്റ് നമ്മളെ ക്ലോക്കിൻ്റെ ബാക്കിൽ നമ്മൾ QR കോഡുള്ള പിന്നെ QR കോഡിൻ്റെ സ്കാനർ കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്കാനറും കൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച നമ്മളെ റോമൻസിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും. അതിൻ്റെ ഗ്ലാസിൻ്റെ ഇതിന് സ്ക്രാച്ച് വീഴാതിരിക്കാനുള്ള സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രസമാണ് ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ. പക്ഷെ കിട്ടാനാണ് പാട്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായി ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല നമുക്ക് കണ്ണാടി പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. ആദ്യം അത് റിമൂവ് ചെയ്യില്ല, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളത് കൊടുക്കാനാവുമ്പോൾ ആണ് ഞാനിത് റിമൂവ് ചെയ്തത്. ഞാൻ ഇന്ന് കൊടുക്കുന്നതാണെങ്കിൽ ഇന്നാണ് അത് റിമൂവ് ചെയ്ത ശേഷമാണ് ഞാനത് പാക്കിങ്ങൊക്കെ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. നേരത്തെ റിമൂവ് ചെയ്താൽ ഒരുപക്ഷെ ചിലപ്പോൾ സ്ക്രാച്ചൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ റിമൂവ് ചെയ്യാതെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ക്ലോക്ക് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തത് അവർ കസ്റ്റമൈസ്ഡ് ആണ്. അതായത് അവരുടെ കർട്ടൻ്റെ കളറിന് മാച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതും കൂടിയായി നമ്മൾ ഫൈനൽ റിസൾട്ട് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. അവരുടെ കർട്ടൻ്റെ കളറിന് മാച്ചാകുന്ന രീതിയിലാണ് ഈ ഒരു ക്ലോക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു തീമിലാണ് നീഡിൽ കണ്ടോ ലാസ്റ്റ് ആകുമ്പോൾ വേറെ 3 നീഡിൽസ് മാറ്റി ലാസ്റ്റ് ഇതാണെന്ന് സ്യൂട്ടായത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ